من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ولوالدينا ولمشائخنا ولأساتذتنا يا رب العالمين. الحمد لله അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ സൂറത്തുൽ യൂസുഫിലെ 46-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ അർത്ഥവും ആശയവും എല്ലാം പറഞ്ഞു നിർത്തിയത്. ജയിലിൽ കിടക്കുന്ന യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ രാജകൊട്ടാരത്തിൽ നിന്നുള്ള ദൂതൻ വരുന്നു. രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു. ഇന്ന് 47 മുതൽ 52 വരെയുള്ള ആയത്തുകളാണ് നമുക്ക് അർത്ഥവും ആശയവും കേൾക്കാനും പഠിക്കാനുള്ളത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സൂറത്തുൽ യൂസുഫുമായി ബന്ധപ്പെട്ട വളരെ രസകരമായൊരു കാര്യം പങ്കുവെക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ പല നിലക്കും ഗവേഷണ പഠനങ്ങൾ നടത്തിയ പണ്ഡിതന്മാരുണ്ട്. അതിൽ തന്നെ ഖുർആനിൻ്റെ കണക്കുകളുമായിട്ട്, ഖുർആനിൻ്റെ മാത്സുകളുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ആ മേഖലയിൽ വിരചിതമായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്. വ്യത്യസ്ത ആയത്തുകൾ, ഓരോ സൂറത്തുകളിലുള്ള ആയത്തുകളുടെ എണ്ണങ്ങളെയും ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾക്ക് തുല്യമായിട്ടുള്ള എണ്ണങ്ങൾ, എത്ര പ്രാവശ്യം ഇബ്ലീസ് എന്ന് പറഞ്ഞു, എത്ര തവണ മൂസയെക്കുറിച്ച് പറഞ്ഞു, എത്ര തവണ ഫിർഔൻ പറഞ്ഞു, ഇങ്ങനെയുള്ള എണ്ണങ്ങളിലെല്ലാം അതീവ കൗതുകരമായിട്ടുള്ള പല അത്ഭുതങ്ങളുണ്ട്. വളരെ രസകരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതെല്ലാം പറയാനുള്ള സമയം നമുക്കില്ല. ഇപ്പോൾ സൂറത്തുൽ യൂസുഫുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേക കാര്യം പറയാം. ഓരോ സൂറത്തിനും ചില പ്രത്യേക അക്കങ്ങൾ അത്തരം പണ്ഡിതന് പങ്കുവെക്കുന്നുണ്ട്. അതിലൊന്നാണ് സൂറത്തുൽ യൂസുഫ്. സൂറത്തുൽ യൂസുഫിൻ്റെ എണ്ണം 3 എന്നുള്ള അക്കമാണ് എന്ന് പറയുന്നു. അത് പറയാനുള്ള കാരണം സൂറത്തുൽ യൂസുഫിൽ പങ്കുവെക്കുന്ന പലതും 3 എണ്ണമാണ്. ഒരുപാട് ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ സൂറത്തുൽ യൂസുഫിൽ പറയുന്ന 3 മൃഗങ്ങളെക്കുറിച്ചാണ്. ഏതൊക്കെയാണത്? ഒന്ന് ചെന്നായയാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ ചെന്നാ പിടികൂടുമെന്ന് പറഞ്ഞ ചെന്നായെ പറ്റി പറയുന്നുണ്ട്. രണ്ടാമത്തെ പക്ഷിയെ പറ്റി പറയുന്നുണ്ട്. എവിടെയാണ് പക്ഷിയെ പറ്റി പറഞ്ഞത്? ആ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒരാൾ സ്വപ്നം കണ്ടു, അയാളുടെ തലയിൽ വന്ന് റൊട്ടി പക്ഷി വന്ന് ഭക്ഷിക്കുന്നത്. മൂന്നാമത്തേതാ? പശുവാണ്. മാഷാ അല്ലാഹ്. പശുവിനെ സ്വപ്നത്തിൽ കണ്ടു. പശുവിനെ സ്വപ്നത്തിൽ ആരാ കണ്ടത്? രാജാവാണ്. അപ്പോൾ ഈ 3 ജീവികൾ ആണ് സൂറത്തുൽ യൂസുഫിൽ കഥാപാത്രമായിട്ട് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഭൂമിക്ക് പുറത്തുള്ള മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും സൂറത്തുൽ യൂസുഫിൽ പറയുന്നുണ്ട്. അതിൽ 3 എണ്ണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെക്കുറിച്ചാണ്? ഒന്ന് ശംസാണ്, രണ്ടാമത്തത് കമറാണ്, സൂര്യനാണ്, ചന്ദ്രനാണ്, മൂന്നാമത്തത് നക്ഷത്രമാണ്. ഈ 3 എണ്ണത്തെയാണ് യൂസുഫ് അലൈഹിസ്സലാം സ്വപ്നത്തിൽ കൂടി കണ്ടത്. അവിടെയും 3 ആണ്. മൂന്നാമത്തെ വിഷയം, യാക്കൂബ് അലൈഹിസ്സലാമിന് 12 മക്കളുണ്ടെങ്കിലും ആ 12 മക്കളിൽ നിന്ന് യാക്കൂബ് അലൈഹിസ്സലാമിന് നഷ്ടപ്പെടുന്നത് എത്ര മക്കളെയാണ്? എത്ര മക്കളെയാ? 2 മക്കളെയല്ല, 3 മക്കളെയാണ് നഷ്ടപ്പെടുന്നത്. ഒന്നാമത്തെ നമുക്കൊക്കെ അറിയുന്ന യൂസുഫ് അലൈഹിസ്സലാം, ചെറുപ്പത്തിലെ നഷ്ടപ്പെടുന്ന കുട്ടി. രണ്ടാമത്തത് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ തന്നെ തൊട്ടനിയനായ ബിന്യാമീൻ എന്ന് പറയുന്ന കുട്ടിയെയും യാക്കൂബ് അലൈഹിസ്സലാമിന് പിൽക്കാലത്ത് നഷ്ടപ്പെടുന്നുണ്ട്. 11 സഹോദരന്മാർ കൂടി യാക്കൂബ് അലൈഹിസ്സലാം ജീവിക്കുന്ന കനാൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഈജിപ്തിലേക്ക് റേഷൻ ഭക്ഷണം തേടിക്കൊണ്ട് പോയി. അവിടെ വെച്ച് ബിന്യാമീനെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ബിന്യാമീൻ ഈജിപ്തിൽ അകപ്പെടുകയും ചെയ്യുന്നൊരു സംഭവം ഇനി വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ബിന്യാമീനെയും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ബിന്യാമീനെ നഷ്ടപ്പെട്ട് തിരിച്ച് കനാൻ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് മടങ്ങി വരുമ്പോൾ 10 മക്കളാണുള്ളത്. ആ 10 മക്കളിലെ ഏറ്റവും മുതിർന്ന കുട്ടി, അയാൾ പറയും, ഇനി എങ്ങനെയാണ് നമ്മൾ ഉപ്പാൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോവുക? വർഷങ്ങൾക്ക് മുമ്പ് യൂസുഫിനെ നഷ്ടപ്പെട്ട സമയത്ത് തന്നെ ഉപ്പാക്കുണ്ടായ വിഷമം നമ്മൾ നേരിട്ട് കണ്ടതല്ലേ.
ഖാല കബീറുഹും അലം തഅലമു അന്ന അബാകും ഖദ അഖദ അലൈക്കും മൗസിഖൻ മിനല്ലാഹ് വമിൻ ഖബ്ലു മാ ഫറത്തും ഫീ യൂസുഫ് ഫലൻ അബ്റഹൽ അർള ഹത്താ യഅ്ദന ലി അബി ഔ യഹ്കുമ അല്ലാഹു ലി വഹുവ ഖൈറുൽ ഹാക്കിമീൻ. സൂറത്തുൽ യൂസുഫിലെ 80-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ കൂടെ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ഉപ്പാൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നില്ല, ഞാൻ ഭൂമിയിൽ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാൻ പോവുകയാണ്. അങ്ങനെ ആ മകനും പോകുന്നു. 9 മക്കളാണ് യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നത്. 12 മക്കളിൽ 3 മക്കളെ യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതകാലഘട്ടത്തിൽ തന്നെ നഷ്ടപ്പെടുന്നു. പിന്നീട് അവസാനം ഒടുക്കം മരണത്തിന് മുമ്പായിക്കൊണ്ട് ആ 3 മക്കളെ കൂടി തിരിച്ച് അദ്ദേഹത്തിലേക്ക് തന്നെ തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ മക്കൾ, നഷ്ടപ്പെട്ട മക്കൾ 3 മറ്റൊന്ന്, യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ഖമീസ്, കുപ്പായത്തെക്കുറിച്ച് 3 സാഹചര്യങ്ങളിൽ സൂറത്തുൽ യൂസുഫിൽ പരാമർശിക്കുന്നുണ്ട്. ഒന്ന്, യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കുപ്പായത്തിൽ കള്ളരക്തം പുരട്ടിയിട്ട് സഹോദരന്മാർ കൊണ്ടുവന്ന സാഹചര്യമാണ്. ആ കുപ്പായം കണ്ടിട്ടാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ ഈ സഹോദരന്മാർ കൂടിയിട്ട് എന്തോ വകവരുത്തിയതാണ് എന്ന് യാക്കൂബ് അലൈഹി ഇസ്ലാം മനസ്സിലാക്കുന്നത്. അവിടെ ആ കുപ്പായം അവർ ചെയ്ത കളവിൻ്റെ ദലീൽ, തെളിവാവുകയാണ്. രണ്ടാമത്തെ സാഹചര്യം, സുലൈഖയുമായി മറ്റുള്ള സംഭവത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കുപ്പായത്തിൽ സുലൈഖ പിടിക്കുന്നു. അവിടെ യൂസുഫ് അലൈഹി ഇസ്ലാം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെയും തെളിവ്, സാക്ഷിയാവുന്നതും യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ഇതേ കുപ്പായം തന്നെയാണ്. ഇതേ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കുപ്പായം തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം കരഞ്ഞ് കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയ യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ കാരണമായത്. അപ്പോൾ ഒരേ കുപ്പായം തന്നെ, ഒരേ കഥയിൽ തന്നെ ഒരിടത്ത് തെളിവാണ്, രണ്ടാമത്തടുത്ത് സാക്ഷിയാണ്, മൂന്നാമത്തടുത്ത് ശമനമാണ്, ദലീലാണ്, ഷിഫയാണ്, ഷാഹിദാണ്. ഇതെല്ലാം ഖുർആനിൻ്റെ മനോഹാരിതയാണ്, അതിൻ്റെ സാഹിത്യ മനോഹാരിതയാണ്, അതിൻ്റെ ആഖ്യാന മനോഹാരിതയാണ്. ഇനി മൂന്നാമത്തെ വേറൊരു വിഷയം കൂടി പറഞ്ഞാൽ, 3 ഇടങ്ങളിലാണ് സൂറത്തുൽ യൂസുഫിൽ സ്വപ്നം കാണപ്പെടുന്നത്. ഒന്നെവിടെയാണ്? ഒന്ന് യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിൽ വെച്ച് യൂസുഫ് അലൈഹി ഇസ്ലാം കുഞ്ഞുനാളിൽ കാണുന്ന ആ കൊച്ചു കുടിലിൽ കിടന്നുകൊണ്ട് കാണുന്ന സ്വപ്നം. രണ്ടാമത്തത് ജയിലിൽ കിടന്നുകൊണ്ട് ജയിൽ പുള്ളികൾ കാണുന്ന സ്വപ്നം. മൂന്നാമത്തേതാ? കൊട്ടാരത്തിൽ കിടന്നുകൊണ്ട് രാജാവ് കാണുന്ന സ്വപ്നം. അപ്പോൾ ഇതെല്ലാം ഖുർആനിൻ്റെ അക്കപരമായിട്ടുള്ള എണ്ണത്തിലുള്ള മനോഹാരിതയാണ്. 3 പലതവണ ആവർത്തിക്കുന്നു. ഇനിയും പരിശോധിക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു ദിവസം, മറ്റൊരു സമയമുള്ള സമയത്ത് ഇത്തരം ഖുർആനിലെ ഓരോ പദങ്ങളും എത്ര തവണ ഉപയോഗിച്ചു എന്നുള്ളതിലൊക്കെ ഉള്ള വളരെ കൗതുകരമായിട്ടുള്ള കാര്യമുണ്ട്. ഖൈർ, നമുക്ക് 47-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഖാൽ, യൂസുഫ് അലൈഹിസ്സലാമിനോട് ജയിലിൽ വന്ന രാജാവിൻ്റെ ദൂതൻ സ്വപ്നവ്യാഖ്യാനം ചോദിക്കുകയാണ്. രാജാവ് 7 തടിച്ച പശുക്കളെയും 7 മെലിഞ്ഞ പശുക്കളെയും സ്വപ്നത്തിൽ കണ്ടു. 7 മെലിഞ്ഞ പശുക്കൾ 7 തടിച്ച പശുക്കളെ വിഴുങ്ങുന്നു. 7 ഉണങ്ങിയ കതിരുകളെയും 7 പച്ചക്കതിരുകളെയും സ്വപ്നത്തിൽ കണ്ടു. എന്താണ് അതിൻ്റെ വ്യാഖ്യാനം? ഇവിടെ തൊട്ടടുത്ത ആയത്തിൽ തന്നെ യൂസുഫ് അലൈഹിസ്സലാം ആ വന്ന് ചോദിച്ച ദൂതനോട് രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ഡിമാൻഡ് വെക്കുന്നില്ല, എന്നെ ആദ്യം ജയിലിൽ നിന്ന് പുറത്തു കിടക്കുക എന്ന് ഡിമാൻഡ് വെക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ട് നീ രാജകൊട്ടാരത്തിൽ പോയിട്ട് നീ ഷെയിൻ ചെയ്യണ്ട, ഞാൻ പോയിട്ട് പറയാം എന്നും പറയുന്നില്ല. എൻ്റെ മേൽ ചാർത്തപ്പെട്ട എല്ലാ ശിക്ഷകളും എല്ലാ കുറ്റങ്ങളും ഒഴിവാക്കി തരണം എന്നൊന്നും ആവശ്യപ്പെടുന്നില്ല, നിരുപാധികം പറഞ്ഞു കൊടുക്കുകയാണ്. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ക്ഷമയാണത്, അദ്ദേഹത്തിൻ്റെ കറാമത്താണ്, അദ്ദേഹത്തിൻ്റെ മാന്യതയാണ്. ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും മഹിതമായ സ്വഭാവങ്ങളിലൊന്നാണ് കറാമത്ത്, മാന്യനാവുക, ഇടപഴകലുകളിൽ മാന്യനാവുക. അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ് കരീം എന്നുള്ളത്. അള്ളാഹു മാന്യനാണ്, അതേ മാന്യത നമുക്കും ഉണ്ടാവണം. എന്താ മാന്യത പറഞ്ഞാൽ? ഒരാളിങ്ങോട്ട് ഒരു തെറിവാക്ക് ഉപയോഗിച്ചാൽ തിരിച്ചത് പറയാതിരിക്കലാണ് മാന്യത. നമ്മളോട് എന്ത് ക്രൂരത കാണിച്ച ആളോട് ക്ഷമിക്കാനുള്ള മനോഭാവം ഉണ്ടാവലാണ് മാന്യത. നമുക്ക് തർക്കിക്കാനുള്ള 100% സാഹചര്യമുണ്ട്, നമ്മുടെ ഭാഗത്താണ് 100% ശരി. അത്തരം സാഹചര്യങ്ങളിലും ബഹളം വെക്കാതെ, ഒച്ചപ്പാടുണ്ടാക്കാതെ,
അടിക്കാതെ തൊയ്ക്കാതെ അസഭ്യവാക്കുകൾ വായിൽ വരാതെ വളരെ മാന്യമായിട്ട് പെരുമാറുന്ന അറിയില്ല. നമ്മൾ ചെറിയില്ല അയാളൊരു മാന്യനാണോ അറിയില്ല. അയാളൊരു മാന്യനാണെന്ന് പറയപ്പോഴാ അയാളുടെ എവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടാവില്ല. കുഴപ്പമുണ്ടാക്കേണ്ട സാഹചര്യമാണെങ്കിൽ പോലും, മധ്യസ്ഥത്തിലിരിക്കുന്ന ഒരു മീറ്റിങ്ങിലാണെങ്കിൽ പോലും അയാളുടെ ശബ്ദമൊന്നും ഉയരൂല, നല്ല രീതിക്ക് സംസാരിക്കും. അത് മാന്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ഈ മാന്യതയെ പറ്റി പറയുന്നുണ്ട്. അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം, മാന്യൻ്റെ മകൻ മാന്യൻ, മാന്യൻ്റെ മകൻ മാന്യൻ, മാന്യൻ്റെ മകൻ മാന്യൻ. അവരാരാണെന്നറിയുമോ? അത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മകൻ ഇസ്ഹാഖും, ഇസ്ഹാഖിൻ്റെ മകൻ യാക്കൂബും, യാക്കൂബിൻ്റെ മകൻ യൂസുഫുമാണ്. ഇവർ നാല് പേരും മാന്യന്മാരാണ്. മാന്യന്മാരാണ്. ഇടപഴകുന്നതിൽ മാന്യത, സ്വഭാവത്തിലും പെരുമാറ്റത്തിലുള്ള മാന്യത. ആ മാന്യതയാണ് ഈ 47-ാമത്തെ ആയത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാം കാണിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, തസ്റഊൻ, നിങ്ങൾ കൃഷി ചെയ്യണം. സബ്അ സിനീൻ, 7 വർഷക്കാലം കൃഷി ചെയ്യണം. ദഅബൻ, തുടർച്ചയായിട്ട്. ദഅബ എന്ന പദത്തിനകത്ത് തുടർച്ചയായിട്ട്. ഫമാ ഹസത്തും, അങ്ങനെ നിങ്ങൾ കൃഷി ചെയ്ത് കൊയ്തെടുക്കുന്നതിൽ നിന്ന് ഫദറുഹു, നിങ്ങൾ ഉപേക്ഷിക്കണം. ഫി സുംബുലിഹി, അതിൻ്റെ കതിരിൽ തന്നെ ഉപേക്ഷിക്കണം. സുംബുൽ കതിർ. ഇല്ല ഖലീൽ, കുറച്ച് മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. മിമ്മ താക്കുലു, നിങ്ങൾ ഭക്ഷിക്കുന്ന കുറച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ബാക്കി അതിൻ്റെ കതിരിൽ തന്നെ വെച്ചിട്ട് 10 ആയത്തിൽ സൂക്ഷിക്കണം. രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇനി വരാൻ പോകുന്ന 7 വർഷക്കാലം കടുത്ത ക്ഷാമം വരാൻ പോകുന്നുണ്ട് എന്നാണ്. അപ്പോൾ ആ ക്ഷാമം വരുന്നതിന് മുമ്പ് നിങ്ങൾ കൃഷി ചെയ്യുന്നതിൽ നിന്നൊക്കെ നിങ്ങൾ കഴിക്കാനുള്ള അല്പം മാത്രം എടുത്തിട്ട് സൂക്ഷിച്ചു വെക്കണം. 7 വർഷക്കാലം സുഭിക്ഷമായ വർഷങ്ങൾ വരും. ആ 7 വർഷക്കാലം നന്നായി കൃഷി ചെയ്യുക. പക്ഷെ ആ കൃഷി ചെയ്തൊക്കെ തിന്നു തീർക്കാൻ പാടുണ്ടോ? തിന്നു തീർക്കാൻ പാടില്ല. കുറച്ച് മാത്രം എടുത്തിട്ട് സൂക്ഷിച്ച് വെക്കുക. അതിനുശേഷമുള്ള 7 വർഷക്കാലമാണ് ക്ഷാമം വരാനിരിക്കുന്നത്. ആ ക്ഷാമകാലത്ത് തിന്നാനൊന്നും ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ആ ക്ഷാമകാലഘട്ടത്തിൽ മുമ്പുണ്ടായിരുന്ന 7 വർഷക്കാലം നമ്മൾ 10 ആയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അരിയും ഗോതമ്പും ഒക്കെ എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ 7 വർഷക്കാലത്തെ ക്ഷേമകാലവും 7 വർഷക്കാലത്തെ ക്ഷാമകാലവും കഴിഞ്ഞാൽ പിന്നെ വരാനിരിക്കുന്നത് ഏറ്റവും സുഭിക്ഷമായിട്ടുള്ള, നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമാകുന്ന ഒരു വർഷമാണ് വരാനിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനമായി യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നത്. ശരിക്കും രാജാവ് കണ്ട സ്വപ്നത്തിൽ ഒരു ക്ഷാമം വരാനുണ്ട് എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. എന്താണ് രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്ന് മാത്രം യൂസുഫ് അലൈഹി ഇസ്ലാമിന് പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷെ അദ്ദേഹം അതല്ല ഈ ആയത്തിൽ കൂടി ചെയ്യുന്നത്. പ്രോബ്ലം എന്താണെന്നല്ല പറഞ്ഞു കൊടുക്കുന്നത്, പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്താണെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതെല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പാഠാണ്. BBA പഠിക്കുന്ന MBA പഠിക്കുന്ന സ്റ്റുഡൻറ്റ് കമ്പനിയിൽ ഒരു പ്രോബ്ലം നടക്കാൻ പോവുകയാണ് എന്നയാൾ മനസ്സിലാക്കല്ല വേണ്ടത്. മറിച്ച് ആ പ്രോബ്ലത്തെ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം എന്നാണ് അയാൾ കണ്ടെത്തേണ്ടത്. ഒരു ബിസിനസ്സിൽ പാർട്ട്ണറായിട്ടുള്ള ഷെയറുള്ള ആൾക്കാർ കമ്പനിയിലെ പ്രോബ്ലംസിനെ കുറിച്ചല്ല സ്ഥിരമായിട്ട് സംസാരിക്കേണ്ടത്, നമ്മുടെ പ്രോബ്ലംസ് എങ്ങനെ പരിഹരിക്കാം. യൂസുഫ് അലൈഹി വസല്ലം വലിയ ക്ഷാമം വരാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ ചെയ്യുന്നത്. മറിച്ച് അതിൻ്റെ പരിഹാരം എങ്ങനെ കണ്ടെത്താം. പരിപൂർണമായ ഗുണകാംക്ഷയാണിത്. നോക്കൂ, അദ്ദേഹത്തെ 7 വർഷത്തിലധിക കാലം നിരപരാധിയായിട്ടും ജയിലിലിട്ട ഒരു രാഷ്ട്രത്തോട്, ഭരണകൂടത്തോടാണ് അദ്ദേഹം ഈ ഗുണകാംക്ഷ കാണിക്കുന്നത്. എൻ്റെ കാര്യം രാജാവിനോട് നീ പറയണം എന്ന് പറഞ്ഞേൽപ്പിച്ച ദൂതൻ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കാര്യം മറന്നുപോയി. അങ്ങനെയുള്ള ദൂതനോടാണ് യൂസുഫ് അലൈഹി ഇസ്ലാം ഗുണകാംക്ഷ കാണിക്കുന്നത്. അകാരണമായി അദ്ദേഹത്തെ ജയിലിലിട്ട അസീസിനോട്, സുലൈഖയോട്, രാജാവിനോട്, ഇവരോടൊക്കെയാണ് ഗുണകാംക്ഷ കാണിക്കുന്നത്. ഗുണം കാംക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അദ്ദീനു അൻ നസിഹ, ദീൻ നസിഹത്താണ്. പ്രവാചകൻ വീണ്ടും തുടർന്നു, അദ്ദീനു അൻ നസിഹ, ദീൻ ഗുണകാംക്ഷയാണ്. അദ്ദീനു അൻ നസിഹ, ദീൻ ഗുണകാംക്ഷയാണ്. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലുള്ളാഹ്, ആരോടാണ് നമ്മൾ ഗുണം കാംക്ഷിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി, അള്ളാഹുവിനോട് ഗുണകാംക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ മാത്രം വഴിപ്പെടണം, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കണം, അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ മാത്രം നിർവഹിക്കണം. വലി കിതാബിഹി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിനോട് ഗുണകാംക്ഷ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഖുർആൻ നന്നായി പഠിക്കണം, ഖുർആൻ നന്നായി ഓതണം,
ഖുർആൻ നന്നായി അറിയണം, ഖുർആൻ പഠിപ്പിക്കണം. വലി റസൂലിഹി, അള്ളാഹുവിൻ്റെ ദൂതനോട് ഗുണകാംക്ഷ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിന്തുടരണം, ആ മാർഗത്തെ മുറുകെ പിടിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കാനോ അവഹേളിക്കാനോ ഒരവസരവും സമൂഹത്തിന് വിട്ടു നൽകാൻ പാടില്ല. പ്രവാചകന്റെ ചരിത്രവും മനുഷ്യരെ പഠിപ്പിക്കണം. തുടർന്ന് നബിതങ്ങൾ പറയുന്നു, വലി അഇമ്മത്തിൽ മുസ്ലിമീന വ ആമത്തിഹിം, മുസ്ലിം ഭരണാധികാരികളോട് നമുക്ക് ഗുണകാംക്ഷ ഉണ്ടാവണം. ഭരണാധികാരികൾക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കും. അപ്പം തന്നെ പ്രശ്നം ഉണ്ടാക്കലല്ല, അവരെ പറിച്ച് അപവാദ പ്രചരണം നടത്തലല്ല, അവരെ കുറ്റപ്പെടുത്തലും പരിഹസിക്കലും അവരെ വോട്ടിൽ തോൽപ്പിക്കലുമല്ല. അവരെ രഹസ്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു പക്ഷേ നല്ലൊരു ഭരണാധികാരിയെ നമ്മൾ വോട്ടിൽ ചെറിയ നിസാര കാരണത്തിൻ്റെ പേരിൽ നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളെക്കാൾ അശറായ ഒരാൾക്കും അയാളെക്കാൾ തിന്മ നിറഞ്ഞ ഒരാളായിരിക്കും ഭരണത്തിൽ വരുന്നത്. ഏതുപോലെ മുമ്പ് നമ്മളെ ഇന്ത്യ ഭരിച്ചിരുന്നത് UPA സർക്കാരായിരുന്നു. നമ്മൾ ആ UPA സർക്കാരിലുള്ള ചെറിയ ചെറിയ ന്യൂനതകൾക്ക് വലിയ ഗൗരവത്തിൽ മാപ്പിളകളായ നമ്മൾ പോലും വലിയ ഗുരുതരായിട്ട് പറയായിരുന്നു. അങ്ങനെ പറഞ്ഞു പറഞ്ഞ അവസാനം എന്തായി? അതിനേക്കാൾ ഷർറായത്, അതിനേക്കാൾ അഷറായത്, അതിനേക്കാൾ ഇടങ്ങാറായത് ഭരണത്തിൽ വന്നു. അത് ഇപ്പോഴും 12 വർഷമായിട്ട് നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം രാഷ്ട്രീയം പോലുള്ള കാര്യങ്ങളിൽ പാലുണ്ടാവില്ല, മൂത്രം ഉണ്ടാവും, പച്ചവെള്ളം ഉണ്ടാവും. അതിൽ മൂത്രം കുടിക്കണോ പച്ചവെള്ളം കുടിക്കണോ എന്ന് മാത്രമേ ചിന്തിക്കേണ്ടുള്ളൂ. പാല് കിട്ടണം എന്നൊരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. പച്ചവെള്ളം വേണ്ട, മൂത്രം കുടിക്കാം എന്ന് പറയുന്നത് മണ്ടത്തരാണ്. അങ്ങനെയാണ് പലരും കാണിക്കുന്ന മണ്ടത്തരം അതാണ്. വആമത്തിഹിം, പൊതുജനങ്ങളോട് ഗുണകാംക്ഷ ഉണ്ടാവണം. സാധാരണക്കാരോട് ഒരാളൊരു പ്രശ്നത്തിലകപ്പെട്ടാൽ അയാളെ നാട്ടുകാരുടെ മുമ്പിലൊക്കെ അവഹേളിക്കലല്ല, അയാൾ എങ്ങനെ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്താം, ആളുകൾക്കൊക്കെ നന്മയുണ്ടാകട്ടെ, നല്ലതുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കലാണ്. എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഞാനിവിടെ കെട്ടി അടച്ചിട്ടുണ്ടെങ്കിൽ പിറകിലുള്ള വീട്ടിലുള്ള ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റൂലല്ലോ എന്ന് ചിന്തിക്കലാണ് ഗുണകാംക്ഷ. ഞാനിവിടെ ഒരു മതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിന്നിട്ട് അത് മറ്റു വീട്ടുകാർക്ക് പ്രയാസത്തിലാവൂല എന്ന് ചിന്തിക്കലാണ് ഗുണകാംക്ഷ. ഇങ്ങനെ അർത്ഥത്തിൽ മറ്റുള്ള പൊതുജനങ്ങൾക്കെല്ലാം ഗുണകാംക്ഷിക്കലാണ് ദീൻ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് തന്നെയാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ഈ ആയത്തിൽ കൂടി കാണിക്കുന്നത്. യൂസുഫ് അലൈഹിസ്സലാം തുടർന്ന് പറയാണ്, സുമ്മ യഅതി മിൻ ബഅദി ദാലിക, അതിനുശേഷം വരും സബ്ഉൻ ഷിദാദുൻ, അതിശക്തമായ പ്രയാസം നിറഞ്ഞ ക്ഷാമത്തിൻ്റെ 7 വർഷക്കാലം. യഅകുല്ല മാ ഖദ്ദംതും ലഹുന്ന, ആ ക്ഷാമത്തിൻ്റെ 7 വർഷക്കാലം നിങ്ങൾ മുമ്പ് എടുത്തു വച്ചിരിക്കുന്ന ആ ധാന്യങ്ങളില്ലേ അത് നിങ്ങൾക്ക് കഴിക്കാം. ഇല്ലാ ഖലീലൻ മിമ്മ തുഹ്സിനുൻ, നിങ്ങൾ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് കഴിച്ചിട്ട് ബാക്കിയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. എന്നാലും കുറച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും സേവ് ചെയ്ത് വെക്കണം. സുമ്മ യഅതി മിൻ ബഅദി ദാലിക, അതിനുശേഷം വരും ഈ 7 വർഷക്കാലത്തെ ക്ഷേമകാലഘട്ടം, അതിനുശേഷം 7 വർഷക്കാലത്തെ ക്ഷാമകാലഘട്ടം, അതിനുശേഷം വരും ആമുൻ, ഒരു നല്ല വർഷം വരും. ഫീഹി യുഗാസുന്നാസ്, ആ വർഷത്തിൽ ജനങ്ങളെല്ലാം സമ്പൽ സമൃദ്ധിയിലാകും. എത്രത്തോളം ആ സമ്പൽ സമൃദ്ധിയുടെ ഉദാഹരണം യൂസുഫ് അലൈഹി സ്വലാം പറയുന്നുണ്ട്. വഫീഹി ആശിറൂൻ, ആ നല്ല കാലത്ത് ആളുകൾ പഴങ്ങളിൽ നിന്ന് പീഞ്ഞെടുക്കും. എന്താ പീഞ്ഞെടുക്കും എന്ന് പറഞ്ഞാൽ നല്ല നല്ല ജ്യൂസുകളൊക്കെ കുടിക്കും. ധാന്യങ്ങളിൽ നിന്ന് പീഞ്ഞെടുത്തിട്ട് എണ്ണ പോലുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. ധാന്യങ്ങളൊക്കെ തിന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ധാന്യത്തിൽ നിന്നാണല്ലേ എണ്ണ ഉൽപ്പാദിപ്പിക്കുക. ഒലീവ് പോലുള്ള കായ്കളിൽ നിന്ന് എണ്ണയൊക്കെ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കും. നിങ്ങൾ വീഞ്ഞുണ്ടാക്കും, വൈനുകൾ ഉണ്ടാക്കും. ലഹരി ഉണ്ടാക്കാത്ത രീതിയിലുള്ള വൈനുകൾ ഫ്രൂട്ട്സുകളിൽ നിന്നുണ്ടാക്കും. അതെല്ലാം സമ്പൽ സമൃദ്ധിയുടെ എക്സാമ്പിളാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെത്തും. ഈ ആയത്തുകളെ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സ്വപ്ന വ്യാഖ്യാനത്തിലുള്ള കഴിവ് മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും കരുതാൻ പാടില്ല. അതല്ല ഇതിലുള്ള ഗൗരവം. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ നടക്കുന്ന വലിയൊരു ക്ഷാമത്തെ അദ്ദേഹം ഓവർകം ചെയ്യുന്നത്. അതിന് കൃത്യമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ അദ്ദേഹം നൽകുന്നത്. പ്രോബ്ലം സോൾവിങ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള മറുപടിയാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ഈ ആയത്തുകൾ. ഇവിടെ ഈജിപ്തിൽ ക്ഷാമം വന്നത് മഴ കുറഞ്ഞതിൻ്റെ പേരിലാണ്.
എന്നാൽ ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളിലും ക്ഷാമം ഉണ്ടാകുന്നതിൻ്റെ പിറകിലുള്ള കാരണം ആ രാജ്യത്തിലെ ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥതയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് 10 ഭരണ നേതാക്കന്മാരുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഭരണാധികാരിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വിൻസ്റ്റൺ ചർച്ചിൽ എന്നാണ്. 1900 തുടക്കത്തിൽ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ, ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. വലിയ സാഹിത്യകാരനായിരുന്നു, സാഹിത്യത്തിന് നോബൽ പ്രൈസൊക്കെ കിട്ടിയ വലിയ ദിഷണാശാലിയായിരുന്നു എന്ന് പറയുന്നു. നാസി ജർമ്മനിയൊക്കെ ആയിട്ടുള്ള സെക്കൻഡ് വേൾഡ് വാറിൽ ബ്രിട്ടൻ വിജയിക്കുന്നതിൻ്റെ പിറകിൽ ബ്രിട്ടൻ്റെ നെടുന്തൂണായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ വിൻസ്റ്റൺ ചർച്ചിൽ ഒരൊറ്റ മനുഷ്യൻ കാരണം 40 ലക്ഷം മനുഷ്യർ ഇന്ത്യയിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതൊന്നും നമ്മളെ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 1943 ബംഗാളിൽ ദ ഗ്രേറ്റ് ഫെമീൻ നടന്നു. ഗ്രേറ്റ് ക്ഷാമം ബംഗാൾ, ഇന്ത്യയിലെ ബംഗാളിൽ. ഔദ്യോഗിക കണക്കൊക്കെ പ്രകാരം 40 ലക്ഷം മനുഷ്യരാണ് ഇന്ത്യയിൽ അന്ന് മരണപ്പെട്ടത്. എന്തായിരുന്നു ആ ക്ഷാമത്തിൻ്റെ കാരണം എന്നറിയുമോ? അന്ന് സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കൃഷി ചെയ്തെടുക്കുന്ന അരിയും ധാന്യങ്ങളും ഗോതമ്പും ചോളവും എല്ലാം യുദ്ധത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പട്ടാളക്കാർക്കും ക്ഷാമം ബാധിച്ചിരിക്കുന്ന യൂറോപ്പിലേക്കും ബ്രിട്ടനിലേക്കും ഒക്കെ കയറ്റിക്കൊണ്ടുപോയി. അതിന് പകരം ഇന്ത്യയിൽ റിസർവ് ആയിട്ടുള്ള ഒരു അധികം കൃഷിയൊന്നും നടത്തിയിട്ടൊന്നുമില്ല. ഇവിടെ നടപ്പിലാക്കിയ കാർഷികപരമായിട്ടുള്ള നയങ്ങൾ പട്ടിണിയായിരുന്നു, കൊടും പട്ടിണി. പുല്ല് തിന്ന് കുഞ്ഞുങ്ങളായിരുന്നു മരണപ്പെട്ടത് ഒരുപാട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്ത്യയിലുണ്ടായിരുന്ന പ്രാദേശിക ഭരണകൂടങ്ങളൊക്കെ വിൻസ്റ്റൺ ചർച്ചിലിന് കത്തെയ്യുന്നുണ്ട്. ബംഗാളിൽ കടുത്ത ക്ഷാമമാണ്, നമ്മളിവിടെയുള്ള ധാന്യങ്ങളൊക്കെ കൊണ്ടുപോയതിൻ്റെ പേരിൽ കടുത്ത ക്ഷാമം വന്നിരിക്കുകയാണ്, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. പക്ഷേ വിൻസ്റ്റൺ ചർച്ചിൽ ഒന്നും ചെയ്തില്ല. കാരണം വിൻസ്റ്റൺ ചർച്ചിലിനെ പോലുള്ള ഒരു വള്ളക്കാരൻ, വൈറ്റ് റേസിസ്റ്റ്, അദ്ദേഹം ഇന്ത്യക്കാരനെയൊക്കെ ഒരു മൃഗത്തിന് തുല്യമായിട്ട് കാണുന്നുള്ളൂ. അതിന് മറുപടിയായിട്ട് വിൻസ്റ്റൺ ചർച്ചിൽ ചോദിച്ച ചോദ്യം, വൈ ഹാസൻ ഗാന്ധി ഡൈഡ് യെറ്റ്? അങ്ങനെ ബംഗാളിൽ 40 ലക്ഷം മനുഷ്യർ ഇങ്ങനെ വിശന്ന് മരിക്കുന്നുണ്ടെങ്കിൽ എന്താ ഗാന്ധിജി വിശന്ന് മരിക്കാത്തതെന്നാണ്. അപ്പോഴും തിരിച്ചയച്ച കത്തിൽ അദ്ദേഹം കാണിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നെടുന്തൂണിയായ ഗാന്ധിജിയോടുള്ള വിദ്വേഷമാണ് അദ്ദേഹം കാണിക്കുന്നത്. അപ്പം ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥത കാരണം ഉണ്ടാകുന്ന ക്ഷാമവും കെടുതിയും ഒരുപാടുണ്ട്. അപ്പം നമ്മൾ അത്തരത്തൊരു സിറ്റുവേഷനിൽ കൂടെയാണല്ലോ ഈ ദിവസങ്ങളിൽ, നമ്മളിപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. എല്ലാ വർഷവും ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ നിങ്ങൾ ഒരു പ്രളയത്തെക്കുറിച്ച് കേൾക്കാറുണ്ട്. അതേ സ്റ്റേറ്റാ, ഏതാ സംസ്ഥാനം? അസമാണ്. അസമിൽ ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദി അസമിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ പോഷക നദികളുണ്ട്, ഒരുപാട് നദികളുണ്ട്. ആ നദി കവിഞ്ഞൊഴുകുന്ന സമയത്താണ് അസമിൽ ഈ പ്രളയം ഉണ്ടാകുന്നത്. എല്ലാ വർഷവും നമ്മൾ കാണുന്നത്. ഈ വർഷവും ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 70 ചില്ലാണ് ആൾക്കാർ മരിച്ചു. 7 ലക്ഷത്തോളം ആൾക്കാർക്ക് അത് എഫക്റ്റായി. ഒരുപാട് ഗ്രാമങ്ങൾ, ഒരുപാട് നഗരങ്ങൾ മുങ്ങിപ്പോയി. 40,000-ഓളം ഹെക്ടർ ഫാം ലാൻഡ്, കൃഷിക്ക് വേണ്ടിയുള്ള ലാൻഡുകൾ വെള്ളം കയറി നശിച്ചു. അത്രയും കൃഷി നഷ്ടപ്പെട്ടത് അർത്ഥം. ആ കൃഷി നഷ്ടപ്പെട്ടവരൊക്കെ ഇന്ത്യയുടെ എക്കണോമിക്സിൽ ബാധിക്കും, ഇന്ത്യയുടെ എക്കണോമിയിൽ ബാധിക്കും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു നാട്ടിൽ ഒരു തവണ പ്രളയം സംഭവിക്കൽ സ്വാഭാവികമാണ്. മഴ കൂടിയാൽ പ്രളയം സംഭവിക്കും. അതിനുശേഷം മഴയില്ലാത്ത, പ്രളയമില്ലാത്തൊരു ടൈമില്ലേ? ഈ ടൈമിൽ എന്താണ് ഈ രാജ്യത്തിൽ ഭരണകൂടം ചെയ്യുന്നത്? രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 70 ചില്ലാണ് വർഷങ്ങളായി. ഒരു സ്റ്റേറ്റിൽ നിരന്തരമായിട്ട് പ്രളയം ഉണ്ടാകുന്നത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ കൂടി പരിഹരിക്കാൻ രാജ്യത്തിന് സാധിക്കുന്നില്ലേ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ സമാനമായ പ്രളയങ്ങൾ ഈജിപ്തിലൊക്കെ സംഭവിച്ചിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഭരണകാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന വളരെ തുച്ഛമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഡിസാസ്റ്ററിനെ, ആ ഒരു പ്രളയത്തെ അദ്ദേഹം ഓവർകം ചെയ്തു. പ്രളയമില്ലാത്തൊരു ഈജിപ്തിന് അദ്ദേഹം ഉണ്ടാക്കി. ഇന്ന് ലോകം എത്ര വികസിച്ചു, AI സംവിധാനങ്ങളുണ്ട്, വരാനിരിക്കുന്ന മഴയൊക്കെ മുൻകൂട്ടി കാണാനുള്ള വെതർ സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഇത്ര നമ്മൾ ഡെവലപ്ഡായി.
എന്നിട്ട് ഒരു സംവിധാനം നമ്മൾ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. എന്തിനു പറഞ്ഞു നമ്മൾ കേരളത്തിലേക്ക് വരാം. ഈ അടുത്ത കാലത്തായി പ്രളയം നമ്മൾ കണ്ടു തുടങ്ങിയത് 2018 ഏകദേശം 483 ആളുകൾ അന്ന് 2018 പ്രളയത്തിൽ മരിച്ചു. കേരളത്തിലെ മലയാളികൾ മരിച്ചു. 483 മലയാളികൾ മരിച്ചു. 30,000 കോടി രൂപയാണ് അന്നുണ്ടായിരുന്നത് 2018 പ്രളയത്തിൽ കേരള സ്റ്റേറ്റിന് മാത്രം നഷ്ടം. 30,000 കോടി രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $4-5 ബില്യൺ. അത്രയും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ എത്ര വലിയ പുതിയ വികസനങ്ങളും സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരാം. അപ്പം അന്ന് സംഭവിച്ചു. അന്ന് ഓർക്കാപ്പുറത്ത് ഉണ്ടായതാണെന്ന് പറയാം. അത് ഓക്കെ, അത് മനുഷ്യനിർമ്മിതാന്നൊക്കെ പറയുന്ന വേറെ വിഷയമുണ്ട്, പോട്ടെ. ഇനി അതേ പ്രളയം തന്നെ 2019 വരുന്നു, 20 വരുന്നു, 2026 അവസാനിക്കുന്നു. ഈ സംഭവം നടന്നിട്ട് 6 മെയ്യും വർഷങ്ങളൊക്കെ കഴിഞ്ഞു. ഈ വർഷങ്ങൾക്കിടയിൽ ഈ പ്രളയത്തിൻ്റെ ദുരിതാശ്വാസത്തിന് വേണ്ടി പുതിയ വീടുണ്ടാക്കി കൊടുക്കുക, പാലം പുതിയ ഉണ്ടാക്കുക എന്നതിലുപരിയായിട്ട് ഈ പ്രളയത്തെ എങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു വിഷണറി, ഒരു മറുപടി നൽകാൻ നമ്മൾ ഭരണാധികാരിക്ക് സാധിക്കുന്നില്ലല്ലോ. അതൊരു ഗവൺമെന്റിന് സാധിക്കുന്നില്ലല്ലോ. വെള്ളം കയറുമ്പോഴാണല്ലോ. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ഒരൊറ്റ രാത്രി പെയ്ത മഴയുടെ പേരിൽ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഒരു നാട് മുങ്ങിപ്പോയി, ഒരു ടൗണ് മുങ്ങിപ്പോയി. ഒരു ടൗൺ മുങ്ങിയ എന്താ അവസ്ഥ? നമ്മളൊക്കെ കച്ചവടക്കാരല്ലേ, നമ്മളെ ഷോപ്പിലൊക്കെ എത്ര ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ടാവും. ഒരു കച്ചവടക്കാർ കരയാണ്. ഓണം കണക്കാക്കിയിട്ടൊക്കെ ടെക്സ്റ്റൈൽസിൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ലോൺ എടുത്തിട്ട് സാധനം ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ വെള്ളം കയറി നശിച്ചു, ഒരു ഉപകാരത്തിന് കൊള്ളൂല. വീടുകളിലെ വാഹനങ്ങൾ നശിച്ചുമാണ്. ഈ വെള്ളം കയറുന്നതിനനുസരിച്ച് വെള്ളം പ്രോപ്പറായ രീതിയിൽ കടലിലേക്ക് ഒഴുകിപ്പോവാൻ നമ്മുടെ നാട്ടിൽ സംവിധാനം ഇല്ലാത്തതുകൊണ്ടല്ലേ വെള്ളം കയറുന്നത്. നമ്മളെ നാട്ടിൽ കേരയിൽ കൊണ്ടുവരണോ, അല്ലെ ഷിപ്പ്യാർഡ് കൊണ്ടുവരണോ എന്നൊക്കെയുള്ള വലിയ വലിയ വികസനം കൊണ്ടുവരണോ എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് കേരളത്തിൽ ഇങ്ങനെ എല്ലാ കൊല്ലം മഴക്കാലത്ത് ഇങ്ങനെ വെള്ളം കയറി ശരിയാവില്ലല്ലോ. ഇത് കൃത്യമായി മഴ പെയ്യുന്നതനുസരിച്ച് മഴ ഒഴുകിപ്പോ വെള്ളം ഒഴുകിപ്പോവാൻ കൃത്യമായിട്ടുള്ള പ്രോസസ്സ്, കൃത്യമായിട്ടുള്ള ഡ്രൈനേജ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓവർകം ചെയ്യാൻ സാധിക്കുമല്ലോ. അതിനൊക്കെയുള്ള വലിയ പാഠമാണ് മഹാനായ യൂസുഫ് അലൈഹി ഇസ്ലാം. ഒരു നാടിനെ എങ്ങനെ ഒരു പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാം, ഒരു നാടിനെ എങ്ങനെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കാം, അതിനുള്ള മറുപടിയാണ് മഹാനായ യൂസുഫ് അലൈഹി ഇസ്ലാം ഈ ആയത്തിൽ കൂടി നൽകുന്നത്. ഇതെല്ലാം കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, വഖാല അൽ മലികു ഉതൂനി ബിഹി, കൊട്ടാരത്തിൻ്റെ രാജാവ് പറഞ്ഞു, ആ ജയിലിൽ കിടക്കുന്ന യൂസുഫിനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോവാ. ഫലമ്മ ജഅഹു റസൂൽ, അങ്ങനെ ആ ദൂതന്മാർ ജയിലിലേക്ക് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. പോയിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാം, രാജാവ് നിങ്ങളെ വിളിക്കുന്നുണ്ട്, കൊട്ടാരത്തിലേക്ക് വരൂ എന്ന് പറയാണ്. പക്ഷെ ജയിലിൽ കിടക്കുന്ന യൂസുഫ് ഒരടി ജയിലിൽ നിന്ന് പുറത്തേക്ക് കാലെടുത്ത് വെച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഇർജി ഇലാ റബ്ബിക്, നീ നിന്റെ യജമാൻ്റെ അടുക്കലേക്ക് പോ. ഫസ് അലുഹു, എന്നിട്ട് യജമാനൻ ഒരു കോടതി വിളിക്കട്ടെ, ഒരു വിചാരണ സംവിധാനം ഉണ്ടാക്കട്ടെ. എന്താ വിചാരണ? മാ ബാലുൻ നിസ്വത്തില്ലാത്തി ഖത്തഅന ഐദിയഹുന്ന, കൈകൾ മുറിച്ച പെണ്ണുങ്ങളില്ലേ, അതായത് എന്നെപ്പറ്റി പരാതി പറഞ്ഞ പെണ്ണുങ്ങൾ. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പറ്റി പരാതി പറഞ്ഞത് സലീഖയാണ്. ആ സലീഖയുടെ പേര് ഇവിടെ പരാമർശിക്കുന്നില്ല. കുറച്ച് മൊത്തത്തിലുള്ള അവിടെയുള്ള സ്ത്രീകളെ പറ്റിയാണ്, കൊട്ടാരത്തിലുണ്ടായിരുന്ന സ്ത്രീകളെ പറ്റിയാണ് യൂസുഫ് അലൈഹി ഇസ്ലാം പറഞ്ഞത്. അതൊരു പക്ഷേ അസീസിനെ അപമാനിക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കും. ആ സ്ത്രീകളാണ് എന്നെ പറ്റി പരാതി പറഞ്ഞത്, ഞാൻ അവിഹിത ബന്ധത്തിലേക്ക് മുതിർന്നു എന്നുള്ളത്. ആ ഒരു കേസിനെ കുറിച്ച്, എന്നെ എന്ത് കാരണത്തിൻ്റെ പേരിലാണോ ജയിലിട്ടത് അതിനെക്കുറിച്ചൊരു വീണ്ടും വിചാരണ നടത്തട്ടെ. ഇനി ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതിക്കും ഗവൺമെന്റിനും ജനങ്ങൾക്കും ബോധ്യമായാൽ മാത്രമേ ഞാൻ പുറത്തിറങ്ങൂ. കാരണം ഞാനൊരു നബിയാണ്. നാളെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ദാവത്ത് ചെയ്യേണ്ട ഒരാളാണ് ഞാൻ. എന്നെക്കുറിച്ച് നാട്ടിലൊരു അപവാദമുണ്ടെങ്കിൽ ഞാൻ നാട്ടിലിറങ്ങിയാൽ ആളുകൾ ഞാൻ പറയുന്നത് കേൾക്കൂല. അതുകൊണ്ട് ഞാൻ നിരപരാധിയാണെന്ന് തെളിയട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് രാജാവ് വിളിച്ചപ്പോൾ യൂസുഫ് അലൈഹി ഇസ്ലാം പറയാണ്, ഇന്ന റബ്ബി ബി കൈദിഹിൻ അലീം. യൂസുഫ് അലൈഹി ഇസ്ലാം അവിടെ പറയുന്ന വാക്കുണ്ട്, എൻ്റെ റബ്ബിന് ആ സ്ത്രീകളുടെ കുതന്ത്രത്തെക്കുറിച്ച് നന്നായി അറിയാം. കാരണം സലീഖ എന്നൊരു പെണ്ണിൻ്റെ കുതന്ത്രത്തിൻ്റെ പേരിലല്ലേ യൂസുഫ് അലൈഹി സ്വലാം ജയിലിൽ കിടക്കുന്നത്. എൻ്റെ റബ്ബിന് ഞാൻ നിരപരാധിയാണെന്നറിയാം, പക്ഷേ നിങ്ങളുടെ റബ്ബായ രാജാവിൻ്റെ കണ്ണിൽ ഞാൻ കുറ്റക്കാരനാണ്, അസീസിൻ്റെ കണ്ണിൽ ഞാൻ കുറ്റക്കാരനാണ്. അതുകൊണ്ട് എൻ്റെ നിരപരാധിത്വം തെളിയട്ടെ. ഖാലമാ ഖത്ബുകുന്ന ഇദ്റാവത്തുന്ന, തുടർന്നുള്ള ആയത്തിൽ രാജാവ് ഈ സ്ത്രീകളൊക്കെ വിളിച്ചു വരുത്തുന്നു.
അവരോടൊക്കെ ചോദിക്കണം, മാ ഖത്ബുക്കുന്നെ, എന്താണ് നിങ്ങളുടെ കാര്യം, എന്താണ് നിങ്ങളുടെ സ്ഥിതി. ഇത് റാവത്തുന്ന യൂസുഫ. മാ ഖത്ബുക്കുന്ന എന്നുള്ള പദപ്രയോഗം ഖുർആനിൽ ഉപയോഗിക്കുന്നത് അതീവ ഗൗരവപരമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ്. ഉദാഹരണത്തിന് മൂസ അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ സാമിരി എന്ന് പറയുന്ന ഒരാൾ ബനൂ ഇസ്രായേലുകാരെ കൊണ്ട് വിഗ്രഹാരാധനയിലേക്ക് കൊണ്ടെത്തിച്ചു. അവിടെ മൂസ അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട്, മാ ഖത്ബുക യാ സാമിരി എന്ന് ചോദിക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ കഥയിൽ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ വീട്ടിൽ അതിഥികളായി വന്ന മലക്കുകൾ ഭക്ഷണം കഴിക്കാത്തത് കണ്ടപ്പോൾ അവിടെയും ഇബ്രാഹിം അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട്, ഖാല ഫമാ ഖത്ബുക്കും അയ്യുഹൽ മുർസലൂൻ എന്ന് പറഞ്ഞാൽ മാ ഖത്ബുക എന്ന് പറഞ്ഞാൽ, മാ ഖത്ബുക്കുന്ന എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവതരമായിട്ടുള്ള ഗുരുതരമായ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. എന്താണ് നിങ്ങളുടെ അവസ്ഥ, എന്താണ് നിങ്ങളുടെ സ്ഥിതി. ഇത് റാവത്തുൻ്റെ യൂസുഫ് അൻ നഫ്സി, യൂസുഫ് അലൈഹി സ്വലാമിനെ വശീകരിക്കാൻ നിങ്ങൾ ശ്രമിച്ച സാഹചര്യത്തിൽ കുല്ല, ആ പെണ്ണുങ്ങൾ പറഞ്ഞു, ഹാഷലില്ലാ, അള്ളാഹു എത്രയോ പരിശുദ്ധൻ. അപ്പൊ സലീഹ മാത്രമല്ല യൂസുഫ് അലൈഹി സ്വലാമിനെ വശീകരിക്കാൻ ശ്രമിച്ചത്, മറിച്ച് ആ ആപ്പിൾ മുറിച്ച സംഭവത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകളും യൂസുഫ് അലൈഹി സ്വലാമിനെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ വശീകരണങ്ങൾക്കൊന്നും യൂസുഫ് അലൈഹി സ്വലാം നിന്നു കൊടുത്തില്ല. അപ്പൊ ആ സ്ത്രീകൾ യൂസുഫ് അലൈഹി സ്വലാമിന്റെ നിരപരാധിത്വം രാജാവിനോട് തുറന്നു പറയുകയാണ്. മാ അലിംന അലൈഹി മിൻസു, യൂസുഫ് അലൈഹി സ്വലാമിൽ ഒരു ദോഷവും ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അവിടെ മിൻസു എന്നാണ് ഉപയോഗിച്ചത്. അതിനർത്ഥം ഒരു ദോഷവും, ഒരു ചെറിയ തെറ്റ് പോലും യൂസുഫിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇനി ആരാണ് മറുപടി പറയേണ്ടത്? അസീസിന്റെ ഭാര്യയാണ്, സലീഖയാണ്. അവളിതാ സത്യം തുറന്നു പറയാണ്. അത്രയും ദിവസം, അത്രയും വർഷക്കാലം കളവ് പറഞ്ഞ സലീഖ രാജകൊട്ടാരത്തിൽ വെച്ച് സത്യം പറയാണ്. ഖാലത്ത് ഇംറഅത്തുൽ അസീസ്, അസീസിന്റെ ഭാര്യ പറഞ്ഞു, അൽ ആന ഹസ്ഹസൽ ഹഖ്, ഇപ്പോൾ ഇതാ സത്യം വെളിവായിരിക്കുന്നു. ഇപ്പൊ സത്യം വെളിവായിരിക്കുന്നത്. ഇത്രയും നാൾ അവൾ കളവ് പറഞ്ഞു വെച്ച എന്താ സത്യം? അന റാവത്തുഹു അൻ നഫ്സിഹി, ഞാനാണ് യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചത്, യൂസുഫ് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാനാണ് പാപം ചെയ്തത്, യൂസുഫ് ഒരു പാപവും ചെയ്തിട്ടില്ല. വ ഇന്നഹു ലമിനസ് സാദിഖീൻ, യൂസുഫ് സത്യസന്ധമാരിൽപ്പെട്ടവൻ തന്നെയാണ്. അറബി ഭാഷാ നിയമപ്രകാരം ഇന്ന ല എന്നുള്ള പദമൊക്കെ ഒരു പദപ്രയോഗത്തിൽ ഉപയോഗിച്ചാൽ അത് അത്ര സ്ട്രോങ് ആയിട്ട് പറയുകയാണ്. രാജകൊട്ടാരത്തിൽ വെച്ച് സലീഹ തൻ്റെ കുറ്റം ഏറ്റു പറയുന്നു. യൂസുഫ് അലൈഹി സ്വലാം സത്യസന്ധനാന്ന് പറയുന്നു. സലീഹ തുടർന്ന് പറയാണ്, ദാലിക, ഞാനിത് തുറന്നു പറയുന്നത് ലിയഅലമ, അറിയുവാൻ വേണ്ടിയാണ്. ആരറിയുവാൻ? ഈ ലിയഅലമക്ക് രണ്ടർത്ഥം ഇവിടെ നൽകുന്നുണ്ട്. ഒന്ന്, യൂസുഫ് അലൈഹി സ്വലാം അറിയുവാൻ വേണ്ടിയാണ്. എന്ത്? അന്നീലം അഖുൻഹു ബിൽ ഗൈബ്, യൂസുഫ് അലൈഹി സ്വലാം ജയിലിൽ പോയല്ലോ, ആ ജയിലിൽ പോയതിന് ശേഷം യൂസുഫിനെ ഞാൻ വഞ്ചിച്ചിട്ടില്ല. അതായത് ജയിലിൽ യൂസുഫ് അലൈഹി സ്വലാം കയറിയതിന് ശേഷം ജനങ്ങൾക്കിടയിലൊക്കെ യൂസുഫ് അലൈഹി സ്വലാമിനെ പറ്റി ഒരു അപവാദ പ്രചരണം, മോശം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നടന്നിട്ടില്ല. വ അന്നല്ലാഹ ലാ യഹ്ദി ഖൈദൽ ഖായിനീൻ, അങ്ങനെ വഞ്ചന കാണിക്കുന്ന ആൾക്കാരുടെ കുതന്ത്രത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ലക്ഷ്യത്തിലെത്തിക്കൂല. ഇവിടെ ലിയഅലമ എന്നതിന്റെ അർത്ഥം യൂസുഫ് എന്നാണെന്ന് ചില മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് സലീഖ പറഞ്ഞത് യൂസുഫിനെ അല്ല, മറിച്ച് അവരുടെ ഭർത്താവിനെയാണ്. അപ്പോൾ അങ്ങനെ അർത്ഥം വരിക, ദാലിക, ഞാനിങ്ങനെ തുറന്നു പറയുന്നത് ലിയഅലമ, എൻ്റെ ഭർത്താവായ അസീസ് അറിയാൻ വേണ്ടിയാണ്. എന്തറിയുവാൻ? അന്നീലം അഖുൻഹു ബിൽ ഗൈബ്, ഞാൻ എൻ്റെ ഭർത്താവിനെ ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല. അതായത് യൂസുഫ് അലൈഹി സ്വലാമിനെ ഒരിക്കലും വശീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ള സത്യമാണ്. അതല്ലാത്ത, രാജാവില്ലാത്ത സമയത്ത് വേറൊരു അവിഹിത ബന്ധത്തിന് ഞാൻ പോയിട്ടില്ല, ഞാൻ വഞ്ചന കാണിച്ചിട്ടില്ല. ഖാന, ഖിയാനത്ത് എന്ന വഞ്ചനയാണ്. വിശ്വസിച്ചേൽപ്പിച്ച കാര്യത്തിൽ വഞ്ചന കാണിക്കുക, അത് വലിയ ഗുരുതരമായിട്ട് തെറ്റാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വഅന്നല്ലാഹ ലാ യഹ്ദി ഖൈദൽ ഖായിനീൻ, വഞ്ചന കാണിക്കുന്ന ആൾക്കാരുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒന്നും അള്ളാഹു ലക്ഷ്യത്തിലെത്തിക്കില്ല. ഇപ്പൊ രണ്ടുപേരും ഒന്നിച്ച് ബിസിനസ് തുടങ്ങി. ഒരാളെന്താണ് ക്യാഷും പൈസ മാത്രം ഇട്ടിട്ട് ബിസിനസ്സിൽ ചേർന്ന് എന്താ പറയുക, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മാത്രം ചെയ്ത്, ഒരാളായിരിക്കും കച്ചവടം ചെയ്യുക, ബിസിനസ്സൊക്കെ ചെയ്യുക, മറ്റൊരാളെ ഗൾഫിൽ നിന്ന് പൈസ അയച്ചു കൊടുക്കുക, പൈസ ഇട്ട് കിട്ടാണ്ടോ. അപ്പോൾ വിശ്വസിച്ചേൽപ്പിച്ചാണ്. ഇത്തരം വിശ്വസിച്ചേൽപ്പിച്ച ഫണ്ടിലും പൈസയിലൊക്കെ എല്ലാവരും എന്ത് ചെയ്യും? തിരിമറി കാണിക്കും, കള്ളത്തരം കാണിക്കും. അത് വഞ്ചനയാണ്, മുനാഫിക്കങ്ങളുടെ സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കങ്ങളുടെ സ്വഭാവം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒന്ന് ഇതൊത്തുബിന ഖാന, വിശ്വസിച്ച് വല്ലതും ഏൽപ്പിച്ചാൽ വഞ്ചന കാണിക്കും. ഒരു പള്ളിയുടെ ഉത്തരവാദിത്വം വിശ്വസിച്ചേൽപ്പിച്ചാൽ അതിൽ വഞ്ചന കാണിക്കും. ഒരു മദ്രസയുടെ പ്രിൻസിപ്പൽ സ്ഥാനം ഉത്തരവാദിത്തപ്പെടുത്തി കൊടുത്താൽ അതിൽ വഞ്ചന കാണിക്കും.
ഒരു ഷോപ്പ് ഉത്തരവാദിത്തത്തിൽ ഏൽപ്പിച്ചാൽ വഞ്ചന കാണിക്കും. അപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ പ്രശ്നം അതല്ലേ. എനിക്ക് ഗൾഫിലൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ലോണം വിശ്വാസമുള്ളൊരു ചെറുപ്പക്കാരൻ ഞാൻ ഏൽപ്പിച്ചു വന്നു, അവൻ പറ്റിച്ചളഞ്ഞു. എത്ര ഉദാഹരണ ഉപമകൾ നമ്മൾ കാണുന്നുണ്ട്. അത് ഗുരുതരമായ തെറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട്. മഹാനായ അബൂ റാഫി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് പറയുന്നത്. ഇമാം നസായി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ റാഫി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അസ്ർ ഞാൻ നമസ്കരിച്ചു. അതിനുശേഷം ബനി അബ്ദുൽ അഷ്ഹൽ എന്ന് പറയുന്ന ഗോത്രത്തിൻ്റെ അടുക്കൽ ഒരാവശ്യത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞാൻ പോയി. അപ്പോൾ ഏകദേശം മഗ്രിബിനോട് അടുക്കുന്ന സമയമായി. അപ്പോൾ മഗ്രിബിനോട് അടുത്ത സമയത്ത് പെട്ടെന്ന് തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഞാനും ഈ ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിൻ്റെ വീട്ടിൽ നിന്ന് മസ്ജിദ് നബവിയിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ മടങ്ങി വരുന്നതിൻ്റെ ഇടയിൽ ഫബൈനമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്റഉ ഇലൽ മഗ്രിബ്, മഗ്രിബിലേക്ക് പള്ളിയിലേക്ക് പെട്ടെന്ന് വരുന്ന സമയത്ത് മറർന ബിൽ ബഖി, ജന്നത്തുൽ ബഖി, മദീനയിലുള്ള ഖബർസ്ഥാനത്ത് കൂടി കടന്നുപോയി. അങ്ങനെ ഖബർസ്ഥാനിൽ കൂടി കടന്നുപോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ പറഞ്ഞു, ഉഫില്ലക് ഉഫില്ലക്, നിനക്ക് നാശം ഉണ്ടാകട്ടെ, നിനക്ക് നാശം ഉണ്ടാകട്ടെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. കാരണം നബി തങ്ങളുടെ കൂടെ ഞാൻ മാത്രമേ ഉള്ളൂ, അബൂ റാഫി എന്ന് പറയുന്ന ഈ സഹാബി മാത്രമേ ഉള്ളൂ. നബി തങ്ങളെ ഈ നാശമുണ്ടാവട്ടെ എന്നുള്ള ദുആ കേട്ടിട്ട് ഞാൻ പേടിച്ച് സ്തംഭിച്ച് ബാക്കിൽ നിന്നുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചും കൂടി മുന്നോട്ട് നടന്നതിന് ശേഷമാണ് ഞാൻ നടക്കാണ്ട് പിറകിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലക്, എന്താ നിനക്ക് പറ്റിയ? മാലക് അംശി, എന്താ നീ നടക്കാത്ത? മഗ്രിബിന്റെ സമയമല്ല, നീ നടക്കുന്നു പറഞ്ഞു. അപ്പോൾ അബൂ റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാഹ്, നിങ്ങളല്ലേ നാശമുണ്ടാവട്ടെ നാശം ഉണ്ടാവട്ടെ പറഞ്ഞത്, എന്നെ പറ്റിയല്ലേ പറഞ്ഞത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, നിന്നെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് നമ്മൾ നടന്നു വരുന്ന വഴിയിൽ ജന്നത്തുൽ ബഖിയിൽ ഞാനൊരു ഖബർ കണ്ടു. ആ ഖബറിൽ കിടക്കുന്ന ആളാരാണെന്ന് എനിക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹാദാ ഫുലാനൻ ബഅസ്തുഹു സായിയൻ അലാ ബനി ഫുലാൻ, ഞാൻ ഇയാളെ ഒരു ഉത്തരവാദിത്തത്തിന് വേണ്ടി അയച്ചു. സക്കാത്തിൻ്റെ സമ്പത്ത് പിരിക്കാനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് വരുന്ന ടാക്സ് പിരിക്കാനോ അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ഗോത്രത്തിൻ്റെ അടുക്കലേക്ക് ഈ മനുഷ്യനെ ഞാൻ അയച്ചിരുന്നു. അങ്ങനെ ഇസ്ലാമിക ഗവൺമെൻറ്റിലേക്ക് ബൈത്തുൽ സക്കാത്തിലേക്ക് കിട്ടേണ്ട, ബൈത്തുൽ മാലിലേക്ക് കിട്ടേണ്ട ഒരു പുലിയുടെ തോലുണ്ടായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ ആൾക്കാർ ഇരിക്കാൻ വേണ്ടി മൃഗങ്ങളുടെ തോൽ ഉപയോഗിക്കല്ല, ഒരു പുലിത്തോലുണ്ടായിരുന്നു. ആ പുലിത്തോലിൽ ഇയാൾ മോഷ്ടിച്ചെടുത്തു. അത് ഗവൺമെൻറ്റിലേക്ക് ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന് അതിന് പകരമായിട്ട് അതിന് സമാനമായിട്ടുള്ള തീ ഇയാളുടെ ഖബറിൽ ഇയാൾക്ക് അണിയപ്പെട്ടിരിക്കുകയാണ്. അത് ഇയാളുടെ ഖബറിൻ്റെ അടുക്കൽ കൂടി കടന്നു പോകുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു. അതിൻ്റെ പേരിലാണ് ഉഫില്ലക് ഉഫില്ലക്, നിനക്ക് നാശം ഉണ്ടാവട്ടെ ഞാൻ ദുആ ചെയ്തു. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവിൽ സഹാബാക്കളോട്, തൻ്റെ അനുയായികളോട് ഏറെ കരുണ കാണിക്കുന്ന ആളാണ്. ഒരു ഖബറിൽ ശിക്ഷയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ്റെ അധിക സാഹചര്യത്തിലുള്ള സംവിധാനം പ്രവാചകൻ ആ ഖബറിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടി ദുആ ചെയ്യലാണ്. പക്ഷേ ഈ ഖബറിൽ കിടക്കുന്ന ആളെ നബി തങ്ങൾ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ്? അയാൾ ചെയ്തത് വഞ്ചനയാണ്. ആരോടുള്ള വഞ്ചനയാണ്? പ്രവാചകനോടുള്ള വ്യക്തിപരമായിട്ടുള്ള വഞ്ചനയല്ല, മറിച്ച് ഇസ്ലാമിക ഗവൺമെൻറ്റിനോട്, ഭരണകൂടത്തിനോട്, ഗവൺമെൻറ്റിനോട്, മുസ്ലിം പൊതുസമൂഹത്തോടുള്ള വഞ്ചനയാണ്. അപ്പോൾ വഞ്ചന അപകടകരമാണ്. അതാണ് ഇവിടെ അവസാനത്തിൽ പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഹ്ദി കൈദൽ ഖായിനീൻ. വഞ്ചിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹു അതൊന്നും ലക്ഷ്യത്തിലെത്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.